കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 7 ഒരു ഗോൾഡൻ ലെറ്ററിൽ എഴുതി അച്ഛനെ ഈശോ കാണിക്കുന്നുണ്ട്. 7 ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ 7 അനുഗ്രഹം കിട്ടിയാൽ ഇൻ്റർവ്യൂ ആകാം, ടെസ്റ്റാകാം, ജോലിയാകാം, PR ആകാം, ഇനി എന്താണ് നിങ്ങൾ ഇത്രയും നാൾ ആശിച്ചിരുന്നത് അതിനുള്ള തീരുമാനമാകാം, അതിൻ്റെ വിടുതലാകാം. എന്തായാലും നിങ്ങൾ സാക്ഷ്യം പറയണം. കർത്താവേ, ഇങ്ങനെ ഇതുപോലെ തന്നെ ഓരോരുത്തരും കർത്താവ് അങ്ങ് സന്ദേശം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ, ഭാരങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നന്നായി വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്, വെടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവ് ഈ നിമിഷം ആശീർവദിക്കട്ടെ. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഘടന കർത്താവിൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവും നൽകിയ ഒരു ഘടനയാണുള്ളത്. എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, അതല്ലേ ഉടമ്പടി എന്ന് പറയണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പം നിലനിൽക്കുക എന്നുള്ളത് ആണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ത്രെട്ടതാണ്, ഏറ്റവും വലിയ മുഖമുദ്രയും അതാണ്. നമുക്ക് പൊതുവെ വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഈ ആഴ്ച ഭക്തി ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഭക്തി ഉണ്ടാകത്തില്ല. അടുത്ത മാസം നമ്മൾ തീർത്ഥാടനത്തിനും പോകും, ലോകത്തിലുള്ള എല്ലാ മലയും കയറും, പുരുഷൻ്റെ വഴി നടത്തി ഇറങ്ങി വരികയും ചെയ്യും, കൃപയിൽ ജീവിക്കുകയും ചെയ്യും. നോൻപ് കഴിയുമ്പോൾ ഇല്ലേ, പുതുഞായറാഴ്ചയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പിന്നെ ഗ്രാഫ്, ആധ്യാത്മിക ഗ്രാഫ് താഴെ പോകും.